നമസ്കാരം. കോൺഗ്രസ് പ്രകടന പത്രികയെക്കുറിച്ചുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിമർശനങ്ങളെ ചൊല്ലി വാദപ്രതിവാദങ്ങൾ തുടരുന്നതിനിടെ മോദിക്ക് തുറന്ന കത്തെഴുതി കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ. പ്രധാനമന്ത്രിയെ അഭിസംബോധന ചെയ്ത് എഴുതിയ കത്ത് സമൂഹമാധ്യമ പ്ലാറ്റ്ഫോമായ എക്സിൽ ഖാർഗെ പങ്കുവച്ചു. നിങ്ങളുടെ പ്രസംഗവും ഭാഷയും കേട്ട് ഞാൻ ആശ്ചര്യപ്പെടുകയോ ഞെട്ടുകയോ ചെയ്തില്ല എന്ന് ഖാർഗെ കത്തിൽ പറയുന്നു. ആദ്യഘട്ട തെരഞ്ഞെടുപ്പിലെ മോശം പ്രകടനം കാരണം നിങ്ങളും നിങ്ങളുടെ പാർട്ടി നേതാക്കളും ഇതേ രീതിയിൽ സംസാരിക്കാൻ തുടങ്ങുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. പാവപ്പെട്ടവർ ഉച്ചഭക്ഷണത്തിനും ഉപ്പിനും പോലും GST അടയ്ക്കുമ്പോൾ കോർപ്പറേറ്റുകൾക്ക് നികുതി ഇളവ് നൽകുന്നു. അതുകൊണ്ട് പാവപ്പെട്ടവനും പണക്കാരനും തമ്മിലുള്ള അസമത്വത്തെക്കുറിച്ച് ഞങ്ങൾ പറയുമ്പോൾ നിങ്ങളത് ഹിന്ദുവെന്നും മുസ്ലിമെന്നും ബോധപൂർവം വേർതിരിക്കുന്നു. ഞങ്ങളുടെ പ്രകടന പത്രിക ഇന്ത്യയിലെ ജനങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. അത് ഹിന്ദുവിനോ മുസ്ലിമിനോ ക്രൈസ്തവനോ ജൈനനോ ബുദ്ധനോ ആവട്ടെ, ആർക്കുമാകട്ടെ. വർഗീയ ചേരിതിരിവ് സൃഷ്ടിക്കുന്നത് പ്രധാനമന്ത്രിയുടെ ശീലമായി മാറി എന്നും കത്തിൽ പരാമർശിക്കുന്നു. ഇത്തരത്തിൽ സംസാരിക്കുന്ന താങ്കളുടെ പദവിയുടെ അന്തസ്സ് താങ്കൾ ഇല്ലാതാക്കുകയാണ്. തെരഞ്ഞെടുപ്പിൽ തോൽക്കുമെന്ന ഭയമാണ് പ്രധാനമന്ത്രിയെക്കൊണ്ട് ഇത്തരം മോശമായ ഭാഷ പറയിപ്പിച്ചത് എന്ന് എല്ലാം അവസാനിക്കുമ്പോൾ ജനങ്ങൾക്ക് മനസ്സിലാക്കും. രാജ്യത്തെ പാവപ്പെട്ടവനും പിന്നാക്കക്കാരുമായ സ്ത്രീകൾ നേരിടുന്ന അതിക്രമങ്ങൾ പ്രധാനമന്ത്രി അവഗണിക്കുകയാണെന്നും ഇന്ന് നിങ്ങൾ അവരുടെ താലിമാലയെക്കുറിച്ചാണ് പറയുന്നത് എന്നും ഖാർഗെ വിമർശിക്കുന്നു. മണിപ്പൂരിലെ സ്ത്രീകളും ദളിത് പെൺകുട്ടികളും അതിക്രമങ്ങൾ നേരിട്ടതിനും ബലാത്സംഗം ചെയ്തവർക്ക് പൂമാലയിട്ടതിനും നിങ്ങളുടെ സർക്കാർ ഉത്തരവാദിയല്ലേ? നിങ്ങളുടെ സർക്കാരിന് കീഴിൽ കർഷകർ ആത്മഹത്യ ചെയ്യുമ്പോൾ അവരുടെ ഭാര്യമാരെയും മക്കളെയും ആര് സംരക്ഷിക്കും? ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന നാരീ ന്യായത്തെക്കുറിച്ച് ദയവായി മനസ്സിലാക്കൂ. എല്ലാ ജാതിയിലും സമുദായത്തിലുമുള്ള സ്ത്രീകൾ, യുവാക്കൾ, കർഷകർ, തൊഴിലാളികൾ, പാർശ്വവൽക്കരിക്കപ്പെട്ടവർ എന്നിവരെ ലക്ഷ്യമിട്ടുള്ളതാണ് കോൺഗ്രസിൻ്റെ പ്രകടന പത്രിക. ഞങ്ങളുടെ പ്രകടന പത്രികയിൽ പോലും എഴുതാത്ത കാര്യങ്ങളാണ് താങ്കളുടെ ഉപദേശകർ താങ്കളെ തെറ്റായി ധരിപ്പിച്ചത്. പ്രധാനമന്ത്രി എന്ന നിലയിൽ തെറ്റായ പ്രസ്താവനകൾ നടത്താതിരിക്കാൻ താങ്കളെ നേരിൽ കണ്ട് ഞങ്ങളുടെ ന്യായ് പത്ര വിശദീകരിച്ചു തരുവാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഖാർഗെ കത്ത് അവസാനിപ്പിക്കുന്നത്. അതേസമയം കോൺഗ്രസ് അധ്യക്ഷൻ്റെ കത്തിനോട് BJP ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. രാജസ്ഥാനിൽ കഴിഞ്ഞ ദിവസം നടന്ന തെരഞ്ഞെടുപ്പ് പ്രചരണ റാലിയിലാണ് പ്രധാനമന്ത്രി കോൺഗ്രസിൻ്റെ പ്രകടന പത്രികയെക്കുറിച്ച് ആരോപണമുന്നയിച്ചത്. കോൺഗ്രസ് അധികാരത്തിൽ എത്തിയാൽ അവർ നുഴഞ്ഞുകയറ്റക്കാർക്കും കൂടുതൽ കുട്ടികൾ ഉള്ളവർക്കുമായി രാജ്യത്തിൻ്റെ സമ്പത്ത് മുഴുവൻ തീരെഴുതി കൊടുക്കും എന്നാണ് പ്രധാനമന്ത്രി ആരോപിച്ചത്. മുസ്ലിങ്ങൾക്കാണ് രാജ്യത്തിൻ്റെ സമ്പത്തിൽ പ്രഥമ അവകാശം എന്നാണ് നേരത്തെ അധികാരത്തിൽ ഇരുന്നപ്പോൾ കോൺഗ്രസ് പറഞ്ഞത്. അതിൻ്റെ അർത്ഥം അവർ രാജ്യത്തിൻ്റെ സമ്പത്ത് മുഴുവൻ കൂടുതൽ കുട്ടികൾ ഉള്ളവർക്കും നുഴഞ്ഞുകയറ്റക്കാർക്കും നൽകുമെന്നല്ലേ? നിങ്ങൾ കഷ്ടപ്പെട്ട് സമ്പാദിച്ച സ്വത്ത് നുഴഞ്ഞുകയറ്റക്കാർക്ക് കൊടുക്കാൻ നിങ്ങൾ തയ്യാറാകുമോ എന്നുമായിരുന്നു നരേന്ദ്രമോദിയുടെ ചോദ്യം. അമ്മമാരുടെയും പെൺകുട്ടികളുടെയും കയ്യിലുള്ള സ്വർണം പിരിച്ചെടുത്ത് മുസ്ലിങ്ങൾക്ക് കൊടുക്കും എന്നാണ് കോൺഗ്രസിൻ്റെ പ്രകടന പത്രികയിൽ പറയുന്നത് എന്നും മോദി പറഞ്ഞു. രാജ്യത്തിൻ്റെ സമ്പത്തിൽ പ്രഥമ അവകാശം മുസ്ലിങ്ങൾക്കാണ് എന്നാണ് മൻമോഹൻ സിംഗ് സർക്കാർ അധികാരത്തിൽ ഇരുന്നപ്പോൾ പറഞ്ഞത്. സഹോദരന്മാരെ, എൻ്റെ അമ്മമാരുടെയും സഹോദരിമാരുടെയും താലിമാല പോലും ഈ അർബൻ നക്സലുകൾ വെറുതെ വിടില്ല എന്നും മോദി പറഞ്ഞു. പ്രസംഗം പിന്നീട് വിവാദമാവുകയും വലിയ പ്രതിഷേധത്തിന് കാരണമാവുകയും ചെയ്തിരുന്നു. എന്നാൽ പ്രസ്താവന പിൻവലിക്കാൻ മോദി തയ്യാറായില്ല. പിന്നീടുള്ള തെരഞ്ഞെടുപ്പ് റാലികളിലും മോദി സമാന പ്രസ്താവന ആവർത്തിക്കുകയും ചെയ്തു. പ്രസ്താവനയുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷം നൽകിയ പരാതിയിൽ BJP അധ്യക്ഷൻ JP നദ്ദയോട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിശദീകരണം ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതേസമയം കേന്ദ്ര സർക്കാരിൻ്റെ വികസനത്തിന് മതഭേദമില്ലെന്ന് പറഞ്ഞ പ്രധാനമന്ത്രി എല്ലാവർക്കും തുല്യ അവസരവും അവകാശവും എന്നതാണ് BJP നയം എന്നും ഈ ആരോപണങ്ങൾക്ക് മറുപടി നൽകി. രാജ്യത്തെ വിഭവങ്ങൾക്ക് ആദ്യം അവസരം ദരിദ്രർക്കും ആദിവാസി വിഭാഗത്തിൽപ്പെട്ടവർക്കുമാണ്. താൻ മോശം ഭാഷയിൽ സംസാരിച്ചെന്ന് ചിലർ പറയുന്നു. അവർ വാചകമടിക്കുന്നവരും തങ്ങൾ പ്രവർത്തിക്കുന്നവരുമാണ്. വിദ്വേഷ പ്രസംഗം നടത്തിയെന്ന പ്രതിപക്ഷ പാർട്ടികളുടെ ആരോപണത്തിന് മറുപടി പറയുകയായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മധ്യപ്രദേശിലെ മൊറീനയിൽ തെരഞ്ഞെടുപ്പ് റാലിയെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു നരേന്ദ്രമോദി.